ഈ സാധനത്തിനെ എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ പാലേക്കാന്നാണ് പേരെന്നുണ്ടെങ്കിലും ഇപ്പോൾ അതൊന്ന് കുറച്ചുകൂടി മോഡിഫൈ ചെയ്തെങ്ങാണ്ട് പാൽവാഴക്ക എന്നുള്ളതിൻ്റെ ഒറിജിനൽ പേരിലേക്ക് തന്നെ വന്നു കേട്ടോ. അങ്ങനെ അതാ സാബൂനരി അല്ലെങ്കിൽ ചൊവ്വരി ഇതെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുക്കറിലിട്ടിട്ട് ഒരൊറ്റ വിസിലടിക്കാണ്ട് ചെയ്യണത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും കേട്ടോ. കൂടുതൽ വെള്ളമായാലും പിന്നെ നമ്മൾ പാലൊഴിക്കുമ്പോൾ കൊണ്ടുപോകുമല്ലോ. ഇനി അതിലേക്കുള്ള പഴം സെറ്റാക്കുക. അപ്പോൾ ഇതിനായിട്ട് പഴം സാധാരണ വട്ടത്തിലാണല്ലോ അരിയുക. ഞാനിത് കുറച്ച് നീളത്തിൽ, കനം കുറച്ചിട്ട് തന്നെ കുറച്ച് നീളത്തിലാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. എപ്പോഴും വട്ടാകുമ്പം ഒരു വെറൈറ്റി ഇല്ലല്ലോ. അങ്ങനെ ഇതൊക്കെ അരിഞ്ഞെടുത്തതിൻ്റെ ശേഷം 2 സ്പൂൺ നെയ്യോ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പഴത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ സാധാരണ പഴം വഴറ്റുന്ന പോലെയല്ല, നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാതെ കുറച്ചൊന്ന് ക്രിസ്പിയായി ചെറിയ രീതിയിലൊന്ന് മൊരിഞ്ഞ് വരുന്ന രീതിയിലാണ് ഈ പഴം പൊരിച്ചെടുക്കുക എന്ന് തന്നെ പറയാം. പക്ഷെ നമ്മൾ അധികം എണ്ണ യൂസ് ചെയ്യേണ്ട, അത്ര കുറച്ച് എണ്ണ എല്ലാ സൈഡും ഒന്ന് മൊരിയണ രീതിയിൽ. പഴം മൊരിഞ്ഞതിന് ശേഷം നമ്മൾ അത് കോരി മാറ്റിയിട്ട് ഇത്തിരി നെയ്യ് എടുത്തിട്ട് അതിൽ നമ്മൾ അണ്ടി മുന്തിരി ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സാബൂനരി ഉണ്ടല്ലോ, അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇനി ഇത് ഒഴിച്ചതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് പാൽ ഒഴിക്കാനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം വെള്ളം കുറച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പാലും കൂടി ഒഴിച്ചെടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. കാരണം പാൽ നമ്മൾ തിളപ്പിക്കാതെയാണല്ലോ ഇതിൽ ഒഴിക്കുന്നത്. അപ്പം ഇനി അതല്ല, പാൽ തിളപ്പിച്ചൊഴിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതിയാവും കേട്ടോ. ഇനി പണിയൊന്നുമില്ല. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഇത്തിരി ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര പൊടിച്ചത് തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നിങ്ങൾ പഞ്ചസാര ഏലക്കായും കൂടി പൊടിച്ചാലും അതും കുഴപ്പമില്ല, നല്ലൊരു ഐഡിയ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ആ പഴം കൂടി ഒന്നിട്ട് മിക്സ് ചെയ്ത് കാണുക, സംഭവം റെഡിയായി. അങ്ങനെ അത് സിമ്പിളായിട്ടുള്ള പാൽവാഴക്ക സെറ്റായില്ലേ. അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ. അപ്പോൾ അത് കാണാൻ തന്നെ സാധാരണ പാൽവാഴക്കത്തെക്കാളും കുറച്ചും കൂടി ഒരു ലുക്ക് തോന്നുന്നത് ആ പഴം അങ്ങനെയൊക്കെ ആയതുകൊണ്ടല്ലേ. പിന്നെ പഴമല്ലാതെ തന്നെ അങ്ങനെ പൊരിച്ച് കഴിക്കുമ്പം നമ്മൾ സാധാരണ പഴം പുഴുങ്ങിയതിനേക്കാളൊക്കെ ഒരു വേറെ ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ.